നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നത് ആപേക്ഷികമല്ലേ? തീർച്ചയായിട്ടും ആപേക്ഷികമാണ്. ഒരു ദേശത്തിൽ നല്ലതായിരിക്കില്ല വേറൊരു ദേശത്തിൽ, ഒരു കാലത്തിൽ നല്ലതായിരിക്കില്ല വേറൊരു കാലത്തിൽ, ഒരാൾക്ക് നല്ലതായിരിക്കില്ല വേറൊരാൾക്ക്. എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും നല്ലത് എന്നൊന്നില്ല. എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാവർക്കും എല്ലായ്പ്പോഴും നല്ലത് എന്നതില്ല. അങ്ങനെയൊന്നില്ല. നല്ലത് ആപേക്ഷികമാണ്. അത് മാറിക്കൊണ്ടേ പോകും. മാറിക്കൊണ്ടേ പോകും. അതുകൊണ്ട് നല്ലത് ചീത്ത ഇവ രണ്ടും ആപേക്ഷികമാണ്. ഒരാളെ കത്തിയെടുത്തിട്ട് ശരിയോ തെറ്റോ, നല്ലതോ ചീത്തയോ? അഭിപ്രായം. ഒരാൾ വേറൊരാളെ കത്തിയെടുത്ത് കുത്തി, ശരിയാണോ തെറ്റാണോ? നല്ലതാണോ ചീത്തയാണോ? ഭൂരിഭാഗം പറയുക ചീത്തയാണ്. കുത്തിയത് ഡോക്ടറാണ്, കുത്തിയത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ്, കുത്തപ്പെട്ടത് രോഗിയാണ്. നല്ലതാണോ ചീത്തയാണോ? നന്നായി, അതിന് മാറിയൊക്കെ ഭേദമായില്ലേ? അപേക്ഷിതമാണ്. അത്രയേ ഉള്ളൂ. ഒന്നും നല്ലത് ചീത്തയൊന്നും ഉറപ്പിച്ച് പറയാൻ വയ്യ. ഞാൻ വേറൊരാളും കൂടി നടന്നു പോവാം. അപ്പോൾ റോഡ് സൈഡിൽ ഈ പോത്തിനെ അറുത്തിട്ട് തൊലിയെല്ലാം പൊളിച്ച് വലിയ മാംസത്തിൻ്റെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇയാൾ നല്ല ഇറച്ചിയാന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല ഇറച്ചിയാന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ഇറച്ചിയാണ് എനിക്ക് മനസ്സിലായി, പക്ഷെ നല്ല ഇറച്ചിയാണ് എങ്ങനെ പറഞ്ഞൊരു അപാര കഴിവാണ്. എനിക്കറിയാം. അതിനെ എതിർപ്പില്ല. എന്നീ പറഞ്ഞ തെറ്റാണ്. മാംസം നല്ലതാണോ എന്ന് ഞാൻ ചോദിക്കില്ല. അയാളുടെ ദൃഷ്ടി മാംസം നല്ലതാണെങ്കിൽ സന്തോഷം. നമുക്കെന്ത് വേണം? അയാളെ തിരുത്താൻ ഞാനാരും. അപേക്ഷിതമാണ്. എന്ന് മാത്രമല്ല, ഭഗവാൻ ഗീതയിൽ പറയുന്ന ഒരു വലിയൊരു തത്വമുണ്ട്. സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത. എല്ലാ കർമ്മങ്ങളും അഗ്നി പുകയാൽ എന്നതുപോലെ ദോഷത്തോട് ചേർന്നതാണ്. ദോഷമില്ലാത്ത ഒരു കർമ്മവുമില്ല. ദോഷത്തോട് കൂടാത്ത ഒരു ഗുണവുമില്ല. ഗുണമുണ്ടെങ്കിൽ ദോഷമുണ്ട്, ദോഷമുണ്ടെങ്കിൽ ഗുണമുണ്ട്. അപ്പം നമ്മൾ എന്താ സ്വീകരിക്കുക? ഗുണാംശം കൂടിയത്, ദോഷാംശം കുറഞ്ഞത് സ്വീകരിക്കുക. അത്രേ പറ്റുള്ളൂ. അല്ലാണ്ട് ദോഷമില്ലാത്ത ഗുണം സ്വീകരിക്കാൻ പറ്റില്ല. വ്യക്തമല്ലേ?